ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഖത്തറിലുള്ള ഒരു വെൻഡം മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലേക്കാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറിയിട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ, ഒരു 5-6 സ്റ്റോപ്പ് പോകാനുണ്ട്. അതിന് ശേഷം മെട്രോ സ്റ്റേഷനിലെത്തും. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് മാപ്പും എല്ലാ കാര്യങ്ങളും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബസ്സിൽ കയറിയിട്ടുള്ള യാത്ര ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുക. ഒരൊറ്റ സ്റ്റോപ്പും കൂടി അങ്ങോട്ട് മാറി കയറുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് കൊണ്ട് എത്തിയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മെട്രോ സ്റ്റേഷനിലെത്തി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അൽ മെസ്സില്ല എന്ന് പറഞ്ഞുള്ള സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. ഇനി പൊന്നൂസിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇനി പൊന്നൂസ് ഭയങ്കര ഓട്ടത്തിലായിരിക്കും. അവൾക്ക് കാണുന്നതൊക്കെ വേണം, അങ്ങനെയുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ അതായത് ഒരു യൂണിക്കോണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഓടുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കാർഡുകൾ, മെട്രോ കാർഡുകൾ റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ബാലൻസ് നോക്കുകയാണ്, അതുപോലെ റീചാർജൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ബാലൻസ് ടാപ്പ് ചെയ്യുമ്പോൾ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ബാലൻസ് കുറവായിരുന്നു, അപ്പോൾ അത് റീചാർജ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിതാ ട്രെയിന് വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെപ്പോഴും മിക്കവാറും ഫാമിലിയിലാണ് കേട്ടോ കയറുന്നത്, ആ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ബാച്ച് ഉണ്ട്, അതായത് VIP ആ ഒരു ഏരിയ ആണ് കേട്ടോ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് വേറെ ട്രെയിന് കയറണം. അങ്ങനെ 2 ട്രെയിൻ മാറി കയറണം. പിന്നെ അതുപോലെ തന്നെ ട്രാമിലൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രാമിനൊക്കെ ഈ ഒരു മെട്രോ കാർഡ് മാത്രം മതി കേട്ടോ. സെയിം കാർഡിൽ നമുക്ക് അതിലൊക്കെ യാത്ര ചെയ്യാം. അപ്പോൾ ഞങ്ങളിത് ആ ട്രാമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രാമിൽ മെട്രോയുടെ പോലെയല്ല, ഡ്രൈവർ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കത് അറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രാമും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ അങ്ങനെ കയറാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ട്രാമിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഡ്രൈവറിൻ്റെ നേരെ ബാക്കത്തെ സീറ്റാണ് കേട്ടോ കിട്ടിയത്. ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. എനിക്കൊരു അത്ഭുതമായിരുന്നു ഈ ഒരു ഡ്രൈവറിനൊക്കെ കണ്ടപ്പോൾ. അപ്പം ഞങ്ങളിതാ അവിടെ ഈ ഒരു വെൻഡം മോളിൻ്റെ ആ ഒരു ഏരിയ, അതായത് ടർഫ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ജ്യൂസ് വേണം. അപ്പോൾ അങ്ങനെ 2-3 ജ്യൂസൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് ഞങ്ങൾ നേരെ വെൻഡം മോളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വെൻഡം മോളിൻ്റെ ആ ഒരു ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ബിൽഡിങ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഒരു പ്രത്യേക ഒരു യൂറോപ്യൻ ടച്ചൊക്കെ ഉള്ള ഒരു ബിൽഡിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും രാത്രി കാണാനാണ് ഇതിൻ്റെ ഒരു ഭംഗി. പക്ഷെ രാത്രി നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടാണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിക്കും ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും പോകുമ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു മോളുടെ ഹൈലൈറ്റ്. നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാ കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് എടുത്തു, ഞങ്ങളുടെ എല്ലാവരെയും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു മോളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്. അപ്പോൾ നമുക്കൊക്കെ അതിങ്ങനെ കണ്ട് നടക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതാ കുറേ സാറ, H&M അങ്ങനെയുള്ള ബ്രാൻഡഡ് ഡ്രസ്സുകളും എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതായി ഒരു ഫൗണ്ടൻ ഷോ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ അടിപൊളിയാണ് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് നന്നായിട്ട് അട്രാക്റ്റായി പോവും. കാരണം ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഒരു വാട്ടർ
ഏരിയ ഉണ്ട്, അവിടെ ഫുൾ ബോട്ടിങ്ങും കാര്യങ്ങളും, അവിടെയാണ് ഫൗണ്ടെയിൻ ഷോ നടക്കുന്നത്. അപ്പോൾ കുറച്ച് 2-3 ടൈമിൽ ഫൗണ്ടെയിൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടു. ഞങ്ങൾ ചെന്ന ആ സമയത്ത് ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വരുന്ന നേരത്തും അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ ഒരു 9 മണിയാവുമ്പോൾ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വാട്ടർ ഫൗണ്ടെയിൻ ഷോ എന്ന് പറയുന്നത്. ആ ഷോയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാ ഷോപ്പുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പൊന്നൂസിൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഡയപ്പർ ചേഞ്ചിങ് ഏരിയ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ എവിടെ ആയാലും മോളുകളിലോ റെസ്റ്റോറൻറ്റ്സിൽ എവിടെ ആയാലും നമുക്ക് ഇങ്ങനൊരു ഏരിയ കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്കൊക്കെ. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് നമ്മളുടെ ഒരു ടോയ്ലറ്റിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സും ഇതൊക്കെ മാറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ആണെന്ന്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്കിങ്ങനെ നടന്ന് കാണാമെന്ന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ കോഫി ഷോപ്പുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ വാങ്ങിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ വെറുതെ ഇങ്ങനെ നടന്ന് കണ്ടു. പിന്നെ ഇതാ ഞങ്ങളിവിടെ ഒരു മോണോപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ വൈറൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ദുബായ് ചോക്ലേറ്റ്, കുനാഫ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസിന് 72 റിയാലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇക്ക പറഞ്ഞു കേട്ടോ വേണമെങ്കിൽ വാങ്ങിച്ചോ, ഒരു പീസ് വാങ്ങിച്ചോ എന്നൊക്കെ കേട്ടോ. പക്ഷേ എനിക്കത് കഴിക്കണം എന്ന ഒരു ആഗ്രഹമൊന്നും തോന്നിയില്ല, അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് ജസ്റ്റ് വീഡിയോ എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ, വാങ്ങിച്ചൊന്നുമില്ല. കുറേ അധികം സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഇതിനൊന്നും അത്ര റേറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമില്ല, വെറുതെ ഇതും പിടിച്ച് നടക്കണ്ടേ ഇനി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. വീണ്ടും ഞങ്ങളുടെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു ഇത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ. അങ്ങനെ അടുത്ത ഷോയ്ക്കുള്ള ടൈമായിട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ കണ്ടത് താഴെ നിന്നാണല്ലോ ആ ഒരു ഫൗണ്ടെയിൻ ഷോ. അപ്പം ഞങ്ങൾ മേലെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് വേറൊരു വൈബായിരിക്കും. അപ്പോൾ ജസ്റ്റ് അത് വീണ്ടും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കേട്ടോ പോയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ്സൊക്കെ ഓഫായിട്ടുണ്ട്. ഇനി ഷോ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഷോ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പൊന്നൂസ് ഉറങ്ങിയിട്ടുണ്ട്, ഇനി അവളിനടുത്ത് നടക്കേണ്ടി വരും.
അവൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇനി ഒരു ഷോ കൂടി ഉണ്ട് 9 മണിക്ക്. പക്ഷേ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ. കാരണം നല്ല ഇരുട്ടായിട്ടുണ്ടാവുമല്ലോ, ഫുൾ ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ കാണാൻ നിൽക്കാൻ പറ്റില്ല, കാരണം പൊന്നൂസ് ഉറങ്ങിയ കാരണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ഖത്തറിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.